ക്ഷേത്രങ്ങളിൽ തന്ത്രിമാരെ നിയമിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ഇതൊരു നല്ല പ്രശ്നമാണ്, വർത്തമാനകാല ചർച്ചയിൽ വരേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് തന്ത്രി എന്നൊരു കാഴ്ചപ്പാട്, തന്ത്രി എന്നൊരു പദം, ഒരു പദവി ഉത്തര മധ്യ പൂർവ പശ്ചിമ ഭാരതത്തിലൊന്നുമില്ല, എവിടെയില്ല. അവിടങ്ങളിൽ ക്ഷേത്രമുണ്ട്. ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സംഘാടകർ ഏറ്റവും യുക്തനായ ഒരാളെ ക്ഷണിക്കും. അദ്ദേഹം ശിഷ്യന്മാരോട് കൂടെ വന്ന്, അദ്ദേഹം വേദജ്ഞനായിരിക്കണം, പണ്ഡിതനായിരിക്കണം, ഉപാസനാബലമുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ള ആൾ വന്ന് അവിടെ പ്രതിഷ്ഠിക്കും, അർച്ചനാവിധികൾ പറഞ്ഞു കൊടുക്കും, എന്താണ് അടിസ്ഥാന മന്ത്രം എന്നുള്ളത് അർച്ചകർക്ക് ഉപദേശിക്കും, അവിടുത്തെ ഭാവം എന്താണെന്ന് അർച്ചകന്മാർക്ക് ഉപദേശിക്കും. അനന്തരം അർച്ചകന്മാർ ചെയ്യും. കഴിഞ്ഞു, അയാളുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു. പിന്നെ അടുത്ത വർഷം വാർഷികോത്സവം വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സംഘാടകർ വേറൊരു വിദ്വാന, അല്ലെങ്കിൽ ഇയാളെ തന്നെയോ വിളിക്കും. ഒന്നുകിൽ ഇയാളെ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ വേറൊരു വിദ്വാനെ വിളിക്കാം. അങ്ങനെ ഓരോ വർഷവും വാർഷികമായ ചടങ്ങുകളിൽ വിദ്വാൻമാരായ, പണ്ഡിതന്മാരായ, കർമ്മകാണ്ഡികളായ കുശലന്മാരെ ക്ഷണിക്കുന്നതാണ് ചടങ്ങ്. എന്നാൽ ഈ ഭാർഗവക്ഷേത്രത്തിൽ, ഭാർഗവക്ഷേത്രം എന്ന് പറയുമ്പോൾ പരശുരാമ കേരളം, അത് ഗോകർണാദിയായി, കന്യാകുമാരി ക്ഷിതിയാദിയായി, ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞുകൂട്ടൻ തമ്പുരാൻ പറയുന്ന ഈ കേരള കൊങ്കണങ്ങൾ, ഈ കേരള കൊങ്കണങ്ങളിൽ സവിശേഷമായ വിധാനമാണ് ക്ഷേത്രങ്ങളിലുള്ളത്. പിൽക്കാലത്ത് ആചാര്യന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, പ്രാചീന ക്ഷേത്രങ്ങൾ തന്നെ ഇടക്കാലത്ത് നശിച്ചുപോയി, ക്ഷയിച്ചുപോയി. പിന്നീട് സമാജത്തിൻ്റെ ഒരു ഉണർവ് വന്നതിലൂടെ നവീകരിക്കപ്പെട്ടു, പുനർനിർമ്മിക്കപ്പെട്ടു. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ എങ്കിലും അത് പ്രാചീനം തന്നെയാണ്. ഇപ്പം പ്രാചീന ക്ഷേത്രങ്ങളും പിൽക്കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളും, ഇങ്ങനെ രണ്ടായി നമുക്ക് ക്ഷേത്രങ്ങളെ തിരിക്കാം. പിന്നെയുള്ളത് കാവുകളാണ്. പ്രായണ കാവുകളിൽ ഓരോ കാവുമായും ബന്ധപ്പെട്ട് ഏതേത് തരം സമുദായത്തിൻ്റെ ഉപാസനാക്രമങ്ങളാണോ നിലനിന്നിരുന്നത്, ആ സമുദായത്തിൻ്റെ ആചാരമര്യാദകൾക്കനുസരിച്ചാണ് കാവുകൾ നടത്തപ്പെട്ടിരുന്നത്. കേരളീയ ക്ഷേത്രങ്ങളിൽ ഏത് കാലഘട്ടം മുതലാണെന്നൊന്നും നമുക്കറിയില്ല. അതിപ്രാചീന കാലം മുതൽക്ക് തന്നെ പ്രതിഷ്ഠാതാവായ ആചാര്യൻ തന്ത്രിയായിട്ടും അദ്ദേഹത്താൽ നിയമിക്കപ്പെടുന്നവർ അടുത്ത തലമുറയിലെ തന്ത്രിയായിട്ടും അദ്ദേഹത്താൽ നിയമിക്കപ്പെടുന്നവർ അടുത്ത തലമുറയിലെ തന്ത്രിയായിട്ടും തുടർന്നു പോരുന്ന ഒരു പാരമ്പര്യക്രമമാണ് ഇവിടെയുള്ളത്. ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്കറിയില്ല. ഇത് പുത്ര പ്രപുത്ര പൗത്ര പ്രപൗത്ര അങ്ങനെ വന്നു. മക്കൾ മക്കളെ മക്കൾ മക്കളെ മക്കൾ എന്നുള്ള രീതിയിൽ പാരമ്പര്യ അവകാശമായിട്ട് ഈ തന്ത്രി എന്നുള്ളത് കേരളത്തിൽ വന്നുകൂടി. എപ്പോൾ മുതലാണെന്ന് നമുക്കറിയില്ല, അറിയാത്ത വിഷയമാണ്. ഏതായാലും അതിപ്രാചീനമായി തന്നെ ഈ സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നു എന്ന് നമുക്കുമറിയാം. അതാണ് കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലെ താന്ത്രികത്തിൻ്റെ വിഷയം. അങ്ങനെ ഓരോ ക്ഷേത്രത്തിലും വൈദിക താന്ത്രിക മേഖലയിൽ നിപുണന്മാരായവർ തന്ത്രിമാരായിട്ട് തുടർന്നു പോരുന്നു. ഒരു പാരമ്പര്യമായുള്ള തന്ത്രികളെന്ന് പറയും. ഇവിടെയാണ് പ്രശ്നമുള്ളത്. ഈ പാരമ്പര്യ തന്ത്രിയെ മാറ്റിയിട്ടുണ്ടോ, മാറ്റുമോ? ധാരാളം സ്ഥലങ്ങളിൽ മാറ്റിയതായിട്ട് കാണാം. ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞു, മഹാക്ഷേത്രങ്ങൾ അതിപ്രാചീനങ്ങളാണെങ്കിൽ പോലും ഇടക്കാലത്ത് ജീർണിച്ചും ക്ഷയിച്ചും കിടന്ന അവസ്ഥയിൽ നിന്ന് സമൂഹചേതന ഉണർന്നപ്പോൾ നവീകരിക്കപ്പെട്ടവ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ക്ഷേത്ര പുനർനിർമ്മാണത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് കേരളത്തിൽ അവലംബിച്ചു പോരുന്നത് അഷ്ടമംഗല പ്രശ്നം തുടങ്ങിയവ ചെയ്ത് ആ പ്രശ്നവിചാരത്തിലൂടെ അവിടുത്തെ ആചാര്യൻ ആരാണ് എന്ന് നിശ്ചയിക്കാൻ പരിശ്രമിക്കും.
ഈ പരിശ്രമത്തിൽ ശാസ്ത്രം, ഗണന തുടങ്ങിയവയോടൊപ്പം തന്നെ ജ്യോതിഷിയുടെ വിചാരങ്ങളും മനോധർമ്മവും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഗണനയുണ്ട്, തീർച്ചയായിട്ടും അതിനെ നമ്മൾ എതിർക്കുന്നില്ല. അവിടെ ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കും ഗണനയോടുമൊപ്പം ആ ജ്യോതിഷിയുടെയോ ജ്യോതിഷ പരിഷത്തിലെ വിദ്വാൻമാരുടെയോ, ജ്യോതിഷ പരിഷത്ത് എന്ന് പറഞ്ഞാൽ സംഘടനയല്ല, ആ ഇരിക്കുന്ന ജ്യോതിഷികളുടെ പരിഷത്ത്, അവരുടെ മനോധർമ്മവും കൂടും. അങ്ങനെ തന്ത്രിയെ നിർണയിക്കും. ഇന്നാളാണ് താന്ത്രി എന്ന്. സന്ദർഭവശാൽ പിന്നീട് ഒരു വ്യാഴവട്ടത്തിന് ശേഷമോ 2 വ്യാഴവട്ടത്തിന് ശേഷമോ 3 വ്യാഴവട്ടത്തിന് ശേഷമോ വീണ്ടും ദൈവജ്ഞ വിചാരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമുള്ളത് തെറ്റായിരുന്നു എന്ന് നിർണയിക്കപ്പെടുകയും ആദ്യത്തെ ആളെ മാറ്റി മറ്റൊന്നിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങൾ കേരളത്തിൽ വ്യാപകമാണ്. ഇതിലൊക്കെ മനോധർമ്മം എന്നുള്ളതുണ്ട്. 3-1 മനോധർമ്മമാണെന്ന് പറഞ്ഞേ മതിയാവും. 3-1 ശാസ്ത്രമാണ്, 3-1 ഗണനയാണ്, 3-1 മനോധർമ്മമാണ്. ആ മനോധർമ്മം കേവലം ജ്യോതിഷിയുടേത് മാത്രമായിക്കൊള്ളണമെന്നില്ല, ജ്യോതിഷ വിദ്വാൻമാരുടേതായിക്കൊള്ളണമെന്നുമില്ല. ആ പരിഷത്തിൽ പങ്കുചേരുന്ന ആൾക്കും ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ഇന്നാളായിരിക്കുമോ, ഇന്ന ഇടമായിരിക്കുമോ, അപ്പോൾ അത് ഗണിച്ച് അതിന് യോജിച്ചതായി കണ്ടാൽ ശരി, അതാവാം എന്ന് നിർണ്ണയിക്കും. ഈ രീതിയിൽ എത്രയോ സ്ഥലത്ത് തന്ത്രിമാരെ മാറ്റിയിട്ടുണ്ട്. അതിന് പരിഷത്ത് വേണം, സഭ വേണം, ആ സഭയിൽ ജ്യോതിഷ വിദ്വാൻമാർ വേണം. ഇതൊക്കെയാണ് കേരളത്തിൽ തുടർന്നു പോരുന്ന മാന്യത. അല്ലാതെ മാറ്റിയ ചരിത്രങ്ങളില്ലേ? അല്ലാതെ മാറ്റിയ ചരിത്രങ്ങളുണ്ട്. ചില ഭരണാധികാരികൾ, രാജാക്കന്മാർ വാളിൻ തുമ്പത്ത് തന്ത്രിമാരെ മാറ്റിയ ചരിത്രം ഉണ്ട്. രാജാവിന് അഹിതമാകുന്ന രീതിയിലോ അപ്രിയമാകുന്ന രീതിയിലോ ഏതെങ്കിലും തന്ത്രി പെരുമാറിയാൽ രാജാവ് പലപ്പോഴും മാറ്റിയ ചരിത്രങ്ങളുണ്ട്. അങ്ങനെ മാറ്റിയ സ്ഥലത്ത് വീണ്ടും ജനങ്ങൾ രാജഭരണമൊക്കെ പോയതിന് ശേഷം പൂർവികരെ പുനഃസ്ഥാപിച്ച ചരിത്രവും കേരളത്തിലുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ് പറയുന്നത്. ഇത് ശരി തെറ്റെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇതിനൊന്നും ഒരു കമൻറ്റും ചെയ്തിട്ടില്ല. വസ്തുത ഇങ്ങനെയൊക്കെയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ശ്രദ്ധിക്കുക. പക്ഷേ കാരണം നമ്മളെ അഭിപ്രായം അല്ല അവിടെ ചോദിച്ചത്. ഏത് ക്ഷേത്രത്തിൽ തന്ത്രിമാരെ നിയമിക്കുക അടിസ്ഥാനത്തിലാണ്. ഇനി കേരളത്തിൽ തന്നെ 2ാമത്തെ വിഭാഗം ക്ഷേത്രങ്ങളെ പറഞ്ഞു നമ്മൾ. പിൽക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ. ചെറിയ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ കോഴിക്കോട് തന്നെ ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം നമുക്കുണ്ട്. പ്രസിദ്ധമായ, അങ്ങേയറ്റം ദിവ്യമായ ക്ഷേത്രം നമുക്ക് കോഴിക്കോടുണ്ട്. അല്ലെങ്കിൽ തലശ്ശേരിയുണ്ട്, ജഗന്നാഥ ക്ഷേത്രം. കണ്ണൂരുണ്ട്, സുന്ദരേശ്വര ക്ഷേത്രം. ഇവിടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. അങ്ങനെ ധാരാളം. അപ്പോൾ അത് പ്രാചീന ക്ഷേത്രമല്ല, പിന്നീട് ആചാര്യൻ സ്ഥാപിച്ച ക്ഷേത്രമാണ്. അവിടെ ആ ആചാര്യൻ നിശ്ചയിക്കും ഇന്നാൾ ഇതിൻ്റെ തന്ത്രിസ്ഥാനം വഹിക്കണം. അവിടെ പൊതുവെ കണ്ടുവരുന്നത് അവരുടെ ശിഷ്യന്മാരാണ് അവിടെ നിയോഗിക്കപ്പെടുന്നത്. പൊതുവെ കണ്ടുവരുന്നത് ചിലപ്പോൾ ആ ശിഷ്യൻ പുത്രനുമാകാം, നമ്മുടെ അഭിപ്രായത്തിൽ ഇത് ശിഷ്യപരമ്പര എന്നുള്ളത് നിലനിന്നാൽ ഒരുപാട് ദോഷങ്ങൾ നമുക്കില്ലാതാവും. കാരണം പുത്രപരമ്പര എന്ന് പറയുമ്പോൾ എന്താണ് തന്ത്രം എന്നുള്ളതിൻ്റെ പ്രാഥമിക വിവരം പോലും ഇല്ലാത്തവരാണ് തന്ത്രിയായി അഭിഷിക്തന്മാരാവുന്നത്. നേരെ മറിച്ച് ശിഷ്യപരമ്പര എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രനെ സ്ഥാപിക്കണമെങ്കിലും ആ പുത്രൻ നല്ലപോലെ പഠിച്ച ആളായിരിക്കണം എന്നുള്ളത് വരും. അവിടെ പുത്രനെ സ്ഥാപിച്ചാലും അത് ശിഷ്യൻ എന്ന വ്യക്തിത്വത്തിലായിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത് കുടുംബ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത് വളരെയധികം വിചാരത്തിന് വിധേയമാകേണ്ടതാണ്. പുത്രരാവാം. വേദത്തിൽ എത്രയോ ശിഷ്യന്മാർ പുത്രരായിരുന്നു. പക്ഷെ അവിടെ ഗുരു സമീപിക്കുന്നത് ശിഷ്യൻ എന്ന വ്യക്തിത്വത്തിലാണ്. അപ്പം അവിടെ സർവശാസ്ത്ര വിശാരദനായി സ്വന്തം പുത്രനെ ഉയർത്താനുള്ള പരിശ്രമം ഭാഗത്തുനിന്നുണ്ടാവും. അതില്ല, പാരമ്പര്യമാണ് താന്ത്രികത്തിന് നിദാനമെന്ന് വരികിൽ യവൻ ഒരു യോഗ്യത ആവശ്യമില്ല, ഇന്നാളുടെ പുത്രനാന്ന് മാത്രം വന്നാൽ മതി.
ഒരു പ്രഗത്ഭനായ സർജൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് രോഗി ചെന്നു. സന്ദർഭവശാൽ ഡോക്ടർ ഇല്ലാത്ത ദിവസമാണ്. മകൻ പറഞ്ഞു, ഞാൻ സർജറി ചെയ്യാം. എന്താ, ഞാൻ പ്രഗത്ഭനായ സർജൻ്റെ മകനല്ലേ, അപ്പം ഞാൻ സർജറി ചെയ്യാം, എന്നാ നീ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മളാരെങ്കിലും കിടന്നു കൊടുക്കുക? പലപ്പോഴും ഇതുപോലെയാണ് പാരമ്പര്യ തന്ത്രികൾ. അതുകൊണ്ട് പിതാവ് പുത്രൻ എന്നുള്ളത് വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷെ ആ പുത്രൻ അവശ്യം ശിഷ്യനായിരിക്കണം, ശാസ്ത്രം പഠിച്ചവനായിരിക്കണം. ഇത് ശ്രദ്ധിക്കുക.